ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് ഉപദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നിലവിലുള്ള ധാരണകളെപ്പറ്റി നമ്മളുമായി ചർച്ച വയ്ക്കാനും ഒക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഏറെ പ്രിയമുള്ള ഡെന്നിസ് ജോയ് സർ, ഞാൻ 8 വർഷമായി എറണാകുളത്ത് താമസിക്കുന്നു. ഇവിടെ 7 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിലെ വീടുണ്ട്. ഇപ്പോൾ ആകെ ഒരു പ്രയാസമാണ്. വീടിൻ്റെ മുകൾ നിലയിൽ മുറി കൂട്ടിയെടുത്തതിൽ പിന്നെയാണ് ഇത്തരം പ്രശ്നങ്ങളെന്നാണ് ഞാനിപ്പോൾ കൂട്ടി വായിക്കുന്നത്. ഇപ്പോൾ ഹസ്ബൻഡിന് ഒരു ക്യാൻസറിൻ്റെ പ്രശ്നവും ആയി. അത് കാരണം ആകെ മാനസികമായി തകർന്ന നിലയിലുമാണ്. വീടിൻ്റെ മറ്റു ഡീറ്റെയിൽസ് എല്ലാം വെക്കുന്നുണ്ട്. ദയവായി മറുപടി തന്ന് സഹായിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മളൊരു വീടെടുക്കുമ്പോൾ നമ്മളതിനെ തുല്യമായിട്ട് നമ്മൾ 8ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ഓരോ ദിക്കിലും ഓരോ കളങ്ങൾ കിട്ടുമല്ലോ. അപ്പം ഓരോന്നിൻ്റെ വലുപ്പം അനുസരിച്ച് അതിൻ്റെ കിഴക്കുടക്ക് മൂല, അല്ലെങ്കിൽ വടക്ക് ഭാഗം, വടക്ക് പടിഞ്ഞാറ്, ഈ ഒരു കണം മൊത്തത്തിൽ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്നത് കിഴക്കുടക്ക് ഭാഗം ഒഴിച്ചാണ് വെച്ചിരിക്കുന്നതെങ്കിലും അനുഭവത്തിൽ ആ വീടിൻ്റെ കിഴക്കുടക്ക് ഭാഗത്ത് തന്നെയാണ് ടോയ്ലറ്റ് വരുന്നത്. കാരണം നേരത്തെയുള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കിഴക്കുടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അസുഖങ്ങളും കാര്യങ്ങളും വിട്ടുമാറിയില്ല. ആ ഭാഗത്ത് സെപ്റ്റി ടാങ്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ശരീരത്തിൽ മുഴകളോ ക്യാൻസർ പോലത്തെ അസുഖങ്ങളൊക്കെ വന്ന് പെടാനുള്ള സാധ്യത 100%. അപ്പം കിഴക്കുടക്ക് ഭാഗത്തുനിന്ന് ഇത് രണ്ടും ഒഴിവ് ചെയ്യണം. അതുപോലെ സെപ്റ്റി ടാങ്ക് ഇതിൻ്റെ കിഴക്കുടക്ക് ഭാഗത്താണ്. അത് ഒന്നിൽ ഈ ഭാഗത്തുനിന്ന് ഒഴിവാക്കി മാറ്റിയ ശേഷം കോമ്പൗണ്ടിന് പുറത്താക്കി ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷന്മാർ കിട്ടും. കിഴക്ക് വടക്ക് ഭാഗത്തെ നിലവിലുള്ള ഈ സെപ്റ്റി ടാങ്ക് ഇവർ മൂടുമ്പോൾ അതിനകത്ത് കുറച്ച് കുമ്മായോ എന്തെങ്കിലും ഇട്ട് വേണം മണ്ണിട്ട് ഫില്ല് ചെയ്തെങ്കിൽ മാത്രമേ അത് ക്ലിയർ ആയി കിട്ടുകയുള്ളൂ. അതുപോലെ മുറിയുടെ അളവെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഇനിയിപ്പോൾ നമുക്ക് ഈ മുറിയുടെ അളവുകളൊന്നും ചേഞ്ച് ചെയ്യുവാനും ഭിത്തിയൊക്കെ മാറ്റി വെക്കാനൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. കാരണം വെച്ചാൽ നമുക്ക് ഈ മുറിയുടെ അളവുകൾ തെറ്റാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് നമുക്ക് പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് എനർജൈസ് ചെയ്തെടുത്താൽ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ചുറ്റളവിൻ്റെ വിഷയങ്ങൾക്ക് ഒരു പരിധി വരെ ആശ്വാസം കിട്ടും. കാരണം വെച്ചാൽ 100 നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു 60% മാറിപ്പോവുകയും ചെയ്യും. അതുപോലെ ഗേറ്റിൻ്റെ സ്ഥാനം ഇതിനകത്ത് കൃത്യമായിട്ടാണ്. പക്ഷേ ഈ ഗേറ്റ് കഴിഞ്ഞ് കയറുന്ന സമയത്ത് ചെറിയൊരു പാലം പോലും കൊടുത്തിട്ട് ആ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട്. കാരണം വെച്ചാൽ ഈ ഒരു ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ ഒരു ഭാഗം പൂർണ്ണമായിട്ട് മാറ്റിയിടുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് പോർഷനിൽ ഒരു ഓപ്പൺ ടെറസ് കാണുന്നുണ്ട്. ആ ഒരു ഭാഗം കൂട്ടി എടുത്ത് ഒരു മുറി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ട് ഇവർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിന് നല്ലതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് മുറി തിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് വലിയൊരു വാട്ടർ ടാങ്കോ എന്തെങ്കിലും മുകൾ നിലയിലായിട്ട് പ്ലാൻ ചെയ്യുവാണെങ്കിൽ അത്രയും വെയിറ്റ് അവിടെ വരുമ്പോൾ വീടിൻ്റെ ബാലൻസിങ് അത് കൃത്യമാവുകയും ചെയ്യും. വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു വിഷയം മാറിക്കിട്ടും. അതുപോലെ തെക്ക് ഭാഗത്ത് 2 മീറ്റർ വിട്ട് കിഴക്കേ മതിലിൽ നിന്ന് പടിഞ്ഞാറേ മതിലേക്ക് ഒരു മതിൽ കെട്ടി തിരിച്ചെങ്കിൽ മാത്രമേ വസ്തുവിൻ്റെ കണക്കുകൾ കൃത്യമാവുകയുള്ളൂ, വീട് കൃത്യമായിട്ടുള്ള സ്ഥാനത്താവുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷം. ഇതിൽ സെപ്റ്റി ടാങ്കിൻ്റെ വിഷയങ്ങളും ഈ ടോയ്ലറ്റിൻ്റെ വിഷയങ്ങളും വളരെ സീരിയസ് വിഷയങ്ങളാണ്. അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിട്ട് ഇതിനകത്ത് ഞാൻ കാണുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഓപ്പൺ ടെറസ് കിടക്കുന്നതുകൊണ്ടാണ്. ആ ഒരു ഭാഗത്ത് ഇവരൊരു മുറിയൂടെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് കുറച്ചുകൂടെ ഉയർച്ച ഉണ്ടാകുന്നതിന് അത് കാരണമായി തീരും. പിന്നെ ഉടനെ മുറിയൊന്നും എടുക്കാൻ പെട്ടെന്ന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒരു വലിയ ജലസംഭരണി കൊടുത്താൽ അത്രയും വെയിറ്റ് അവിടെ വരണം. നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗം ഓപ്പൺ ആക്കി ഇടാൻ പാടില്ല. കാരണം കിഴക്കുടക്ക് ഭാഗത്ത് മേളിൽ നമുക്കൊരു ഓപ്പൺ ടെറസോ അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ സിറ്റ് ഔട്ടൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗം നമുക്ക് ഇതൊരു ഓപ്പൺ ടെറസായിട്ട് ഇടുന്നത് അത്ര നല്ലതല്ല. ഇവരെ ബാധിച്ചിരിക്കുന്ന തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയം അത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. മറ്റ് വിഷയങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. കാരണം ഇതിനകത്ത് ക്യാൻസറിൻ്റെ വിഷയമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ക്യാൻസറിൻ്റെ വിഷയം മുകളിൽ മുറി കെട്ടിയോണ്ടുള്ള വിഷയമല്ല, ഈ സെപ്റ്റി ടാങ്ക് കിഴക്കുടക്ക് ഭാഗത്ത് നിൽക്കുന്നുണ്ടുള്ള വിഷയമാണ്. അത് എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റി കോമ്പൗണ്ടിന് പുറത്ത് തിരിക്കാനായിട്ട് ശ്രദ്ധിക്കും. ബാൽക്കണി ചിലപ്പോൾ ഗ്ലാസ് ഇട്ട് മറച്ചെടുക്കാറുണ്ട്. അപ്പം ബാൽക്കണി ആകെ ഒരു ബാൽക്കണിയാണുള്ളത്. ആ ബാൽക്കണി ഗ്ലാസ് ഇട്ട് മറച്ചെടുക്കുന്നത് വാസ്തുപരമായി എന്തെങ്കിലും ദോഷം ചെയ്യാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മളൊരു ബാൽക്കണി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ഭാഗം നമ്മളൊരു മതിൽ അല്ലെങ്കിൽ ഭിത്തി കെട്ടി മറയ്ക്കാൻ നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്നത്. കാരണം ആ ഭാഗം നമ്മൾ തുറസായി കിടക്കാൻ പാടില്ല. പക്ഷേ ഒരു വീട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫ്രണ്ടിൽ ഒരു സിറ്റ് ഔട്ട് കിഴക്കുടക്ക് ഭാഗത്ത് ചെയ്തു, അല്ലെങ്കിൽ വീടിൻ്റെ മുകൾ നിലയിൽ നമ്മളൊരു കിഴക്കുടക്ക് ഭാഗത്തായിട്ട് ഒരു സിറ്റ് ഔട്ട് ചെയ്തു. ഈ സിറ്റ് ഔട്ട് നമ്മളവിടെ ചെയ്യുന്നത് ഒന്ന് അവിടുത്തെ വെയിറ്റ് കുറയാൻ വേണ്ടിയാണ്, കാരണം അതൊരു ബാലൻസിങ്ങിന് വേണ്ടിയാണ്. 2 ആ ഭാഗത്തുനിന്ന് വരുന്ന കാറ്റ്, അതായത് ഒരു പോസിറ്റീവ് എനർജി മാക്സിമം ഈ വീടിനകത്ത് കയറാൻ വേണ്ടിയും കൂടിയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗം ഇതുപോലെ ഗ്ലാസ് ഇട്ട് കെട്ടി അടച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് വരുന്ന ആ ഒരു പോസിറ്റീവ് ഊർജ്ജം വീടിനകത്തേക്ക് കടന്നു വരുന്നതിന് തടസ്സമാണ്. ചിലപ്പോൾ കാറ്റിൻ്റെ അകത്ത് എനർജി ഫ്ലോ ആയിട്ട് വരുന്നത് എല്ലാം അത് ബ്ലോക്ക് ചെയ്യും.
അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് ഗ്ലാസ് ഇട്ട് കെട്ടി അടയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ കിഴക്കുടക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും എപ്പോഴും ജനലോ അല്ലെങ്കിൽ വാതിലോ കൊടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. വാതിലാണെങ്കിൽ നമ്മൾ അടച്ചിടുന്നെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നതാണ്. അപ്പോൾ ആ തുറക്കുന്ന സമയത്ത് അതിനകത്ത് മാക്സിമം എനർജി കയറുന്നുണ്ട്. ഇനി ജനലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ തുറന്നിട്ട് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് മാക്സിമം എനർജി കടന്നു വരുന്നതാണ്. അല്ലാതെ ആ ഒരു ഭാഗം നമ്മൾ ഗ്ലാസ്സൊക്കെ വെച്ച് കെട്ടി അടച്ചു കഴിയുമ്പം അതിനകത്ത് എനർജി ഫ്ലോ ഉണ്ടാവില്ല. അപ്പം ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ആ കിഴക്കുടക്ക് ഭാഗത്ത് സിറ്റ് ഔട്ട് ചെയ്യുന്നതിൻ്റെയും അല്ലെങ്കിൽ കിഴക്കുടക്ക് ഭാഗത്ത് വാതിൽ ചെയ്യുന്നതിൻ്റെ ഗുണഫലങ്ങളൊന്നും നമുക്ക് അനുഭവത്തിലേക്ക് വരികയില്ല. ഈ ചില വീടുകളുണ്ട്, കാരണം ചില ഇപ്പം രാവിലെ ജോലിക്കാരാവും, അപ്പോൾ അവർ രണ്ടുപേരും ചിലപ്പോൾ രാവിലെ ജോലിക്ക് പോയാൽ പിന്നെ ആ വീട്ടിലാരും കണ്ടിട്ട് പിന്നെ പെൺകുട്ടികളും ഗ്രഹനാഥയൊക്കെ ചിലപ്പോൾ രാത്രിയിലായിരിക്കും വരിക. അതുപോലെ ആ വീട് അടച്ചിട്ടിരിക്കുന്ന വീടാവും. അപ്പോൾ ഇവർ മിക്കവാറും ആ വാതിലും ജനലൊക്കെ തുറക്കുന്ന ഏത് സമയത്താവും? മിക്കവാറും രാത്രിയിലായിരിക്കും. അപ്പോൾ ഈ ഒരു വാസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ വീടിൻ്റെ രാവിലത്തെ ഊർജ്ജമാണ് എപ്പോഴും മാക്സിമം കോസ്മിക് എനർജി കിട്ടുക. അപ്പോൾ രാവിലെ മാക്സിമം വീടിൻ്റെ കിഴക്കുടക്ക് ഭാഗത്ത് ജനലും വാതിലും തുറന്നിടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒരു കാരണവശാലും കിഴക്കുടക്ക് ഭാഗത്തുള്ള ജനലോ സിറ്റ് ഔട്ടോ ഗ്ലാസ് വെച്ചിട്ട് ക്ലോസ് ചെയ്യരുത്. എപ്പോഴും നമുക്ക് അതിനകത്തൊരു എയർ സർക്കുലേഷൻ നടക്കുന്ന രീതിയിൽ മാത്രമേ, ഇനി ഗ്ലാസ് ഇടുവാണെങ്കിൽ പോലും നമുക്ക് സ്ലൈഡിങ് ഗ്ലാസ്സുകളുണ്ട്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് തുറക്കാം, അല്ലാത്തപ്പോൾ അടച്ചിടാം. അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതുപോലെ വീടിന് കൂര ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ചില ഭാഗം നമ്മൾ ഉയർത്താൻ പാടില്ല. അപ്പം ഉയർത്താൻ പാടില്ലാത്ത ഭാഗം ഉയർത്താതെ ആരെങ്കിലും വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച ശേഷം ഇതുപോലുള്ള കറക്ഷൻ വർക്കുകൾ ചെയ്യുവാണെങ്കിൽ അതുകൊണ്ടുള്ള ദോഷങ്ങൾ നമുക്ക് അനുഭവിക്കാതെ ഗുണാനുഭവങ്ങൾ അനുഭവിക്കാനായിട്ട് പറ്റും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതിയറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ, ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.